അതീവ രഹസ്യമായാണ് ഇന്ന് പുലർച്ചെ 1:30 രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുത്തത്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നീലപ്പെട്ടി വിവാദമുണ്ടായ അതേ KPM ഹോട്ടലിൽ വെച്ചാണ് ഒരു വർഷത്തിനിപ്പുറവും രാഹുലിനെ പോലീസ് പിടിച്ചതും. ഷൊർണൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. ബലാത്സംഗ കേസുകളിലെ പ്രതിയായ രാഹുൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ആദ്യ പീഡന കേസുകളിൽ ഒളിവിലായിരുന്ന രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയത് മുതൽ പോലീസിന്റെ വലയത്തിലാണ്. ഒടുവിൽ മൂന്നാം പരാതിയിൽ രാഹുലിനെ പോലീസ് കൈയോടെ പൊക്കി. ഷൊർണൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇന്നലെ വൈകിട്ടോടെ KPM ഹോട്ടലിൽ നിലയുറപ്പിച്ചു. രാഹുലിന്റെ 2002 റൂമിനരികെ റൂമെടുത്ത് നിരീക്ഷിച്ചു. 12:15 DYSP എത്തി രാഹുലുമായി സംസാരിച്ചു. മറ്റൊരു പരാതി കൂടി വന്നിട്ടുണ്ടെന്നും കൂടെ വരണമെന്നും ആവശ്യപ്പെട്ടു. ആദ്യം നിസ്സഹരിച്ചെങ്കിലും പിന്നെ വഴങ്ങി. രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു. 3 ജീപ്പുകളിലായി പത്തനംതിട്ടയിലേക്ക്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയും DYSP മുരളീധരനും മാത്രമാണ് പാലക്കാട്ടെ ദൗത്യം അറിഞ്ഞത്. ഹോട്ടലിലെ ജീവനക്കാരുടെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചായിരുന്നു നീക്കം. പിടിയിലായ വിവരം രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടവർ പോലും അറിഞ്ഞത് തൃശൂർ കടന്ന ശേഷം. പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നീല ട്രോളി വിവാദം നടന്ന അതേ ഹോട്ടൽ, അതേ ഇടനാഴി, കാലത്തിന്റെ കാവ്യനീതി. രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായത് KPM റീജൻസി ഹോട്ടലിൽ വെച്ച്. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.